എല്ലാവർക്കും സുഖം തന്നെയല്ലേ. പിന്നെ നമുക്കൊക്കെ നോമ്പാണ്. പിന്നെ എല്ലാവർക്കും നോമ്പെടുക്കാം, അങ്ങനെ ആരൊന്നൊന്നുമില്ല. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ. എന്നെ അങ്ങനെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് എല്ലാ മനുഷ്യന്മാരും എനിക്ക് ഒരേ രീതിയാണ്. എനിക്ക് പറയാനുള്ളത് എല്ലാവരും നോമ്പെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ ദിവസമായി നമ്മൾ കേൾക്കുന്നു 16 വയസ്സുള്ള ആ പിഞ്ച് ഓമനയുടെ വിവരങ്ങൾ, പീഡനത്തിനിരയായ വിവരങ്ങൾ. അപ്പം നമ്മുടെ മക്കളെ പ്രസവിക്കുമ്പോൾ അത് പൂ പോലെയാണ് പ്രസവിച്ചിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത് അല്ലേ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാം പൂ പോലെ ആണ് നമ്മളെ കൈമ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് 5 വിരലുണ്ട്, 5 വിരലും ഒരേ രീതിയിലാണെന്നില്ല അല്ലേ. അത് എന്തായാലും ഓരോ വിരലുകളും ഓരോ രീതികളായിരിക്കും. എങ്കിലും നമ്മളെ മക്കളെ സേഫാക്കി വെക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ, എൻ്റെ കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ പല സ്ഥലത്തും പോയി വരും, അങ്ങ് പോയി വരും, ഇങ്ങ് പോയി വരും, ഒരു പ്രശ്നമില്ല. ഇപ്പം കൊയ്പ്പടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെ മനുഷ്യന്മാർ കഴിക്കുന്നു. ഇറച്ചിയും അതും ഇതെല്ലാം തിന്ന് മനുഷ്യന്മാർ മൃഗമായിട്ടാണ് മാറുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ, ആൺകുട്ടികളെയായാലും പെൺകുട്ടികളെയായാലും നമ്മൾ സേഫാക്കി വെക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇരുന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. എല്ലാവരോടും എനിക്കതാണ് പറയാനുള്ളത്. അതല്ലാണ്ട് വേറൊരു വഴിയുമില്ല. ഇങ്ങനെ ചെയ്യുക. എല്ലാവരോടും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ആ കുട്ടിയുടെ വിവരം പറഞ്ഞിട്ട്. ആ കുട്ടിക്ക് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ആ കുട്ടി 16 വയസ്സുള്ള കുട്ടി എന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്രായത്തിൽ കഴിഞ്ഞു പോയ കാലം ഓർമ്മയിൽ വരുമ്പോൾ നമുക്കങ്ങനെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര വിഷമിക്കും. ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എല്ലാവരെയും പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ. ഓക്കേ, ബൈ.